ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഫോക്കസിംഗ് മോഡ്സിനെ കുറിച്ചാണ്. അതായത് മാനുവൽ ഫോക്കസ്, ഓട്ടോ ഫോക്കസ്, അതുപോലെ തന്നെ AFS, AFC, AFA തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഫോക്കസിംഗ് മോഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ആഴ്ച നമ്മൾ പറയുന്നത് ഫോക്കസ് ഏരിയ മോഡ്സിനെ കുറിച്ചാണ്. എന്താണ് AF ഏരിയ മോഡ്സ് പറയാം. അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫോട്ടോ വാക്ക്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക DSLR ക്യാമറകളിലും, അതായത് എൻട്രി ലെവൽ ആണെങ്കിലും ഒരു സെമി പ്രൊഫഷണൽ DSLR ക്യാമറയിലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു AF സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറകളാണ് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ക്യാമറകളും. സോ കൃത്യമായ ഫോക്കസ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള AF ഏരിയ മോഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫോക്കസിംഗ് മോഡ്സ് ആണ് ക്യാമറയിൽ ഉള്ളത് എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ കൃത്യ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇമേജ് എടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ഗുണം അതുകൊണ്ട് ലഭിക്കത്തില്ല. സോ ഇന്ന് നമ്മൾ പറയുന്നത് AF ഏരിയ മോഡ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഫ്രെയിമിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ഫ്രണ്ടിലൂടെ കാണുന്ന നമ്മുടെ ഫ്രെയിമിലെ ഓട്ടോ ഫോക്കസിൻ്റെ പോയിൻറ്റ്സിൽ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് അല്ലെങ്കിൽ ഏതൊക്കെ പോയിൻറ്റ്സ് യൂസ് ചെയ്ത്, ഏതൊക്കെ ആക്റ്റീവായിട്ടുള്ള പോയിൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും, അതൊക്കെ ഏതൊക്കെ പോയിൻറ്റ്സ് നമുക്ക് ഫോക്കസിൽ കൊണ്ടുവന്ന് ഷാർപ്പായിട്ട് ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ AF ഏരിയ മോഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നിക്കോൺ ക്യാമറയിൽ പ്രധാനമായിട്ടും 4 തരത്തിലാണ് AF ഏരിയ മോഡ്സ് പ്രവർത്തിക്കുന്നത്. 1 സിംഗിൾ പോയിൻറ്റ് AF ഏരിയ മോഡ്, 2 ഡൈനാമിക് ഏരിയ AF മോഡ്, 3 3D ട്രാക്കിംഗ് മോഡ്, 4 ഓട്ടോ ഏരിയ AF മോഡ്. ആദ്യമായിട്ട് സിംഗിൾ പോയിൻറ്റ് AF ഏരിയ മോഡ്. ഈ പേരിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോക്കസ് പോയിന്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സബ്ജക്റ്റ് സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോക്കസ് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഡയൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം സെലക്ട് ചെയ്ത് ചിത്രങ്ങൾ എടുക്കുന്നതിനാണ് സിംഗിൾ പോയിന്റ് AF ഏരിയ മോഡ് യൂസ് ചെയ്യുക. ഒന്ന് ആക്റ്റീവായിട്ട് ഫോക്കസ് അക്വയർ ചെയ്തിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ചിത്രം എടുക്കാനായിട്ട് സാധിക്കും. അതാണ് സിംഗിൾ പോയിന്റ് AF ഏരിയ മോഡ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഡൈനാമിക് ഏരിയ AF മോഡ് അല്ലെങ്കിൽ AF ഏരിയ എക്സ്പാൻഷൻ മോഡെന്ന് ഒരു കാനോൺ ക്യാമറയിൽ പറയും. അതായത് ഈ മോഡിൽ നമ്മൾ ആദ്യമായിട്ട്, അതായത് ഇനിഷ്യലി ഒരു ഫോക്കസ് പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നു. ഇൻ കേസ് നമ്മുടെ സബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്ത് ആദ്യം ലോക്ക് ചെയ്ത ആ ഫോക്കസ് പോയിന്റ്സ്, സറൗണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഫോക്കസ് പോയിന്റ്സ് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ലോക്ക് ചെയ്യുന്നു, ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡൈനാമിക് ഏരിയ AF മോഡിൽ പറയുന്നത്. ഓരോ ക്യാമറയിൽ ഇത് പലതരത്തിലുണ്ട്. ചില ക്യാമറകളിൽ 9 AF പോയിന്റ്സ് ഉണ്ടാവും, ചിലതിൽ 21 ഉണ്ടാവും, ചിലതിൽ 11 ഉണ്ടാവും, ചില ക്യാമറകളിൽ 39 വരെ AF പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക DSLR ക്യാമറകളിലും ഒരുപാട്, അതായത് 100-ലധികം തന്നെ AF പോയിന്റ്സ് ഉള്ള ക്യാമറകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. മൂന്നാമതായിട്ട് 3D ട്രാക്കിംഗ് AF മോഡ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രെയിമിലെ ഫോക്കസ് പോയിന്റ്സ് സബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഫോക്കസ് ആക്റ്റീവായിട്ട് ലോക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്ക് ഡൈനാമിക് ഏരിയ മോഡും ഈ 3D ട്രാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അതായത് ഡൈനാമിക് ഏരിയ മോഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫോക്കസ് പോയിന്റ്സിന് അടുത്തുള്ള കുറച്ച് ഫോക്കസ് പോയിന്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതായത് ഒരു സ്പെഷ്യൽ സോണിലുള്ള കുറച്ച് ഫോക്കസ് പോയിന്റ്സ് മാത്രമേ ഡൈനാമിക് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ 3D ട്രാക്കിംഗ് മോഡിൽ ഫ്രെയിമിൽ മൊത്തമുള്ള, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ് ആയിരിക്കും. ആദ്യം ഇനിഷ്യലി ഒരു ഫോക്കസ് പോയിന്റ്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് സബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ട്രാക്ക് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ആ ട്രാക്ക് ചെയ്ത് ബാക്കി ഫ്രെയിമിലുള്ള ബാക്കി ഫോക്കസ് പോയിന്റ്സ് കൂടെ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് 3D ട്രാക്കിംഗ് മോഡിൽ സാധിക്കും. ഇതാണ് ഈ ഡൈനാമിക് ഏരിയ മോഡും 3D ട്രാക്കിംഗ് മോഡും തമ്മിലുള്ള വ്യത്യാസം. നാലാമതായിട്ട് ഓട്ടോ ഏരിയ AF മോഡ്. അതായത് ഈ കണ്ടീഷനിൽ ക്യാമറയുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ക്യാമറ തനിയെ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് കൺട്രോളൊന്നുമില്ല, നമുക്ക് ഏത് ഫോക്കസാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ക്യാമറ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു മോഡാണ്. അപ്പോൾ മിക്ക കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു മോഡ് സാധാരണഗതിയിൽ സെലക്ട് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് AF ഏരിയ മോഡ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 4 മോഡ്സ്, അതായത് സിംഗിൾ പോയിന്റ് AF ഏരിയ മോഡ്, ഡൈനാമിക് AF ഏരിയ മോഡ്, 3D ട്രാക്കിംഗ് AF മോഡ്, അതുപോലെ തന്നെ ഓട്ടോ ഏരിയ AF മോഡ്. അപ്പോൾ ഈ 4 AF ഏരിയ മോഡ്സും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഒരു ഫോക്കസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങൾ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ബാക്കി എന്ത് കാര്യമാണ്, എക്സ്പോഷർ ആവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സാച്ചുറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ആവട്ടെ, ഇതൊക്കെ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഫോക്കസ് ഔട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് ബ്ലറാണ്, അത്ര ഷാർപ്പ് അല്ലാത്ത ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഇമേജ് എടുത്ത് കിട്ടുന്നതെങ്കിൽ അത് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോർ ഡവർ.